എക്സലിൽ ഒരു കാര്യം തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ സാധിക്കും. അതായത് പല മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിക്കും. അത്തരം ചില മെത്തേഡ്സ് തമ്മിൽ കമ്പയർ ചെയ്ത് അതിലേതാണ് ഫാസ്റ്റസ്റ്റ് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണിത്. ഈ കാണുന്ന ടേബിളിലെ ഓരോ റെക്കോർഡിനും ഇടയിൽ ഒരു ബ്ലാങ്ക് റോ വീതം ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന രണ്ട് മെത്തേഡുകൾ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എക്സലിൽ ഒരു നമ്പർ സീരീസ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന വിവിധ മെത്തേഡ്സ് നോക്കാം. ബി എന്ന കോളത്തിൽ 1 മുതൽ 250 വരെയുള്ള സംഖ്യകളുടെ ഒരു നമ്പർ സീരീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്പർ സീരീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ് കൂടി നോക്കാം. ഒരു ഡേറ്റാ സെറ്റിലെ ബ്ലാങ്ക് സെല്ലുകളെ തൊട്ട് മുകളിലത്തെ സെല്ലിലെ ഡേറ്റ കൊണ്ട് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന രണ്ട് മെത്തേഡുകൾ നോക്കാം. രണ്ട് മെത്തേഡും ഏതാണ്ട് ഒരേ സമയമാണ് എടുക്കുന്നതെങ്കിൽ പോലും ഞാൻ റെക്കമെൻഡ് ചെയ്യുക രണ്ടാമത്തെ മെത്തേഡാണ്. അതിന് കാരണം ഇതാണ്. എക്സൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് ഡേറ്റ നമ്മൾ താഴേക്ക് കോപ്പി ചെയ്ത ഈ കേസിൽ ഈ ആദ്യത്തെ സെല്ലിൽ നമ്മൾ ഡേറ്റ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, താഴെയുള്ള വാല്യൂസിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അതേസമയം ഫോമുല ഉപയോഗിച്ചിരിക്കുന്ന ഈ കേസിൽ ഈ ആദ്യത്തെ സെല്ലിലെ വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, അതിനനുസരിച്ച് താഴെയുള്ള വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ ഉള്ളതിൽ ടോപ്പ് 10 കമ്പനീസിൽ ചിലതിൻ്റെ അഡ്രസ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. കമ്പനിയുടെ പേര്, അടുത്ത വരിയിൽ ലൊക്കാലിറ്റി, അടുത്ത വരിയിൽ സ്റ്റേറ്റ്, അതിനടുത്ത വരിയിൽ രാജ്യത്തിൻ്റെ പേര്. ഈ ഒരു ഫോമാറ്റിൽ ഇവിടെ 4 കമ്പനികളുടെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്ന കാണാം. ഇനി ഇങ്ങനെ വരികളിലുള്ള ഡേറ്റ കോളങ്ങളിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള രണ്ട് മെത്തേഡുകൾ കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യത്തെ കോളത്തിൽ കമ്പനിയുടെ പേര്, രണ്ടാമത്തെ കോളത്തിൽ ലൊക്കാലിറ്റി, അടുത്ത കോളത്തിൽ സ്റ്റേറ്റ്, അതിനടുത്ത കോളത്തിൽ രാജ്യത്തിൻ്റെ പേര്. ഈ ഒരു ഫോമാറ്റിൽ ഇവിടെ നിന്ന് ഡേറ്റ ഇങ്ങോട്ടേക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് അടുത്ത 3 ടെക്നിക്സിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എക്സലിൻ്റെ ബേസിക്സ് തുടങ്ങി ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ വരേക്കുമുള്ള ഫോമുലകളും ഫംഗ്ഷൻസും ടൂൾസും ഇപ്പോൾ നമ്മൾ കണ്ട പോലെയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഓൺലൈൻ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 60ലേറെ വീഡിയോ ലെസൺസും അത്ര തന്നെ പ്രാക്ടീസ് ഫയലുകളും ഈ കോഴ്സിൻ്റെ ഭാഗമാണ്. സോ എക്സൽ 1 നിന്ന് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ തങ്ങളുടെ എക്സൽ സ്കിൽ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കോഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഡേറ്റ റേഞ്ചിലെ ബ്ലാങ്ക് സെല്ലുകളെ നമ്മൾക്ക് ആവശ്യമുള്ളൊരു ടെക്സ്റ്റോ നമ്പറോ കൊണ്ട് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന രണ്ട് മെത്തേഡുകൾ. അടുത്ത് സമ്മ് കണ്ടെത്താനുള്ള അഥവാ ടോട്ടൽ കണ്ടെത്താനുള്ള രണ്ട് മെത്തേഡ്സാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്.
ഒരു എക്സൽ വർക്ക്ഷീറ്റിലെ ഫോർമാറ്റിംഗ് ആ വർക്ക് ബുക്കിലെ മറ്റ് വർക്ക്ഷീറ്റുകളിലേക്ക് കോപ്പി ചെയ്യാൻ ഉപയോഗിക്കാവുന്ന 2 മെത്തേഡുകളാണ് ഇനി നമ്മൾ കമ്പയർ ചെയ്യുന്നത്. വരികളുടെ ഹൈറ്റ്, കോളങ്ങളുടെ വിഡ്ത്ത്, സെൽ കളർ, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് റൂൾസ്, ബോൾഡ് ഇറ്റാലിക് സ്റ്റൈലുകൾ എന്നിവയാണ് ഇവിടെ ഫോർമാറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾ കണ്ട എല്ലാ ടെക്നിക്കുകളും ഇതിന് മുന്നത്തെ പല വീഡിയോസിലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു മെത്തേഡിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഈ ചാനലിൻ്റെ വീഡിയോ സെക്ഷൻ ഒന്ന് റെഫർ ചെയ്യുക. മറ്റൊരു എക്സൽ ടിപ്പുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.